പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ ഈ കുക്കിംഗ് ക്ലീനിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയിട്ടൊരു പരിപാടിയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ രണ്ടാളും കൂടുമ്പോൾ അതെങ്ങനെ കുറച്ചും കൂടിയും ബെറ്റർ ആക്കാം, അതെങ്ങനെ കുറച്ചും കൂടിയും എൻജോയബിൾ ആക്കാം എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ഇഷ്ടമുള്ള പാട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് എൻജോയ് ചെയ്തിട്ട് രണ്ടാളും കൂടി ഒന്നിച്ച് കുക്ക് ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള മൂവീസിനെ പറ്റിയിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇന്ന മൂവി കണ്ടു എന്ന് നിങ്ങളത് കണ്ടു നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഒന്നിച്ചുള്ള ടൈം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് വെച്ചിട്ട് അത് കേട്ടുകൊണ്ട് രണ്ടാൾക്കും കൂടിയിട്ട് കുക്ക് ചെയ്യാം. ഏറ്റവും നല്ല കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് റൊമാൻസിന് പറ്റിയൊരു പ്ലേസാണ് കിച്ചൺ. അത് ആണുങ്ങൾ ഇത്രയും കൂടി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നെക്സ്റ്റ് ടൈം കിച്ചണിൽ വരുമ്പോൾ കുറച്ചും കൂടി ഒരു ഹാപ്പിനെസ് തോന്നാം. അയ്യോ എനിക്കിത് ചെയ്യണമല്ലോ അങ്ങനെ തോന്നാണ്ട് ദിസ് ഈസ് എ ബെറ്റർ പ്ലേസ്, എനിക്കിവിടെ കുറച്ചും കൂടി എനിക്ക് റൊമാൻറ്റിക് ആവാൻ പറ്റുന്ന ഒരു പ്ലേസാണ് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മൾ പറയാണ്ട് തന്നെ നെക്സ്റ്റ് ടൈം കൂടെ വന്നുകൊണ്ടിരിക്കും.